ഹലോ. സാധാരണയുള്ള എല്ലാ ശീലങ്ങളും മാറ്റി പിടിച്ച ഒരു ദിവസമാണ് കേട്ടോ ഒന്ന്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇന്ന് ഞാൻ കുറേ കാലത്തിന് ശേഷം എൻ്റെ വിറകടുപ്പ് കത്തിച്ചിട്ടുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് ഒരു വർഷം ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചിൻ്റെ പരിപാടിയിലേക്കൊന്നും നിൽക്കാതെ ഇന്ന് ഇതാ കണ്ടോ ചൂലും കാര്യങ്ങളൊക്കെ ആയിട്ട് ക്ലീനിങ്ങിനാണ് ഇറങ്ങിയിട്ടുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്നെല്ലാം പതിവിന് വിപരീതമാണ് കേട്ടോ. അടിച്ചു വാരലും ഒതുക്കലൊക്കെ കഴിഞ്ഞ് ഇതാ ചോറിന് അരിയിട്ടിട്ടുണ്ട്. തലേന്ന് കിടക്കുമ്പോഴേ ഞാൻ വിചാരിച്ചാണ് ഇന്ന് നമുക്ക് പൊതിച്ചോറ് ഉണ്ടാക്കണം എന്നുള്ളത്, അതും അടുപ്പിൽ ചോറ് വെക്കാമെന്നൊക്കെ വിചാരിച്ച്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഞാനിങ്ങനെ പ്ലാൻ ചെയ്തത് കേട്ടോ. അങ്ങനെ ചോറൊക്കെ ഏകദേശം വേവാനായ സമയത്താണ് നമുക്കിന്ന് 2 ഗസ്റ്റും കൂടി ഉണ്ടെന്ന് വിളിച്ചു പറയുന്നത്. അപ്പോൾ കണ്ടല്ലോ, ഞാനൊരു കുഞ്ഞിക്കലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് 2 പ്രാവശ്യം ചോറ് വെക്കേണ്ടി വന്നു കേട്ടോ. പിന്നെ നമുക്ക് പണ്ട് ഇടയ്ക്കിടെ ചെയ്തിരുന്ന എന്നാൽ ഇപ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന കുറച്ച് കലാപരിപാടികളൊക്കെ ചെയ്ത് തീർക്കാനുണ്ടായിരുന്നു. അതും എല്ലാം ഒന്നും പറ്റിയിട്ടില്ല, കാരണം ഗസ്റ്റ് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഡെയിലി നിൽക്കുന്ന പണിക്ക് നിന്നാൽ അവർക്ക് നേരത്തെ ഒന്നും തിന്നാൻ കിട്ടില്ല. അപ്പം പിന്നെ ഒക്കെ തട്ടിക്കൂട്ടി. പിന്നെ ഇന്ന് അടുപ്പൊക്കെ കത്തിച്ച് നിൽക്കാനുള്ള മെയിൻ കാരണം ഇതാണ് കേട്ടോ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് ഇതാണ്, സിമ്പിളല്ലേ ഉണ്ടാക്കാൻ. ഈ ഒരു കാരണം കൊണ്ടാണ് ഞാനിന്ന് ആ പരിപാടിക്കൊക്കെ നിന്നിട്ടുള്ളത്, പൊതിച്ചോറാണെങ്കിലും എല്ലാത്തിനും. അതല്ല, രാവിലത്തെ പലഹാരം ഒക്കെ ഉണ്ടാക്കിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഒരു പണിയും തീരലുണ്ടാവില്ല. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ചായ കുടിയും പാത്രം കേൾക്കലും എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ തുടയ്ക്കലൊക്കെ തുടങ്ങി. തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഫേവറേറ്റ് പാർട്ടാട്ടോ ഇത്, എല്ലായിടത്തും ഒന്ന് മണപ്പിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്കെന്തോ ഒരു ഫ്രഷ് ഫീലാണ് തോന്നുക. പിന്നെ നമ്മളെ വീടിൻ്റെ മുക്കും മൂലയൊക്കെ ക്ലീനായി കിടന്നാൽ തന്നെ നമ്മൾ മനസ്സിന് ഒരുപാട് സാധനങ്ങൾ എടുത്ത് കളഞ്ഞ പോലെയാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ. അങ്ങനെ പിന്നെ ഓട്ടം പാച്ചിലൊക്കെ ആയിട്ട് നമ്മളെ കൂട്ടാനൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിവിടെ വാഴയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് തറവാട്ടിൽ പോയി വാഴയിലൊക്കെ വെട്ടിക്കൊണ്ടുവന്ന് അതൊക്കെ വാട്ടി റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഈ ഷോർട്ട് വീഡിയോ തന്നെ എൻ്റെ ചാനലിൻ്റെ പേര് ചെയ്തതിന് തൊട്ട് താഴെ ഒരു പ്ലേ ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്താൽ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ള ലോങ് വീഡിയോ കാണാൻ പറ്റും കേട്ടോ. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കുക. സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ചെയ്യുന്നതിന് കൂടെ ഇപ്പോൾ പുതിയതായിട്ട് നമുക്ക് ഹൈപ്പും കൂടി തരണേ. ഹൈപ്പ് തരാനായിട്ട് കമൻറ്റ് സെക്ഷൻ ഒന്ന് നീക്കി കൊടുത്താൽ മതി. അങ്ങനെ പൊതിച്ചോറിലേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അവിയൽ, കോഴിമുട്ട പൊരിച്ചത്, ഉണക്കമീൻ പൊരിച്ചത്, പുളിയിഞ്ചി കുറച്ച് ലൂസായി പോയിട്ടോ, പിന്നെ ഞാൻ ടൈറ്റാക്കി എടുത്തു. കുറച്ച് നാരങ്ങച്ചാറ്, പയറുപ്പേരി, പിന്നെ നല്ല ഉണക്കച്ചമ്മീൻ ചമ്മന്തി ഉണ്ടായിരുന്നു കേട്ടോ. ആ പൊതി കെട്ടിയൊക്കെ അത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ സ്കിപ്പ് ചെയ്തത്. അങ്ങനെ ആർഭാടങ്ങളില്ലാത്ത നമ്മൾ പൊതിച്ചോറൊക്കെ കെട്ടിവെച്ച് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ കറിയൊന്നും എനിക്ക് ഇഷ്ടമില്ലാന്ന് പറഞ്ഞിട്ട് ഒരാളും ബാക്കി നമ്മളെല്ലാവരും കൂടി പൊതിച്ചോറ് കഴിച്ചു. പുതിയ വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം.